നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂർ കുന്നംകുളത്ത് ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. കൊമ്പൻ പാണഞ്ചേരി ഗജേന്ദ്രനാണ് ഇടഞ്ഞത്. ആനയുടെ ആക്രമണത്തിൽ പാപ്പാൻ വാഴക്കുളം സ്വദേശി മണിക്ക് പരിക്കേറ്റു. രാവിലെ 8:30യോടെയായിരുന്നു സംഭവം. കൊരട്ടി പഞ്ചായത്ത് LP സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്. സമഗ്ര ശിക്ഷാ അഭിയാന്റെയും BRC ചാലക്കുടിയുടെയും നേതൃത്വത്തിൽ 13 പ്രവർത്തന ഇടങ്ങളോട് കൂടിയ വർണ്ണക്കൂടാരമായ ആലിപ്പഴത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം ഏരിയ കൺവെൻഷൻ നടന്നു. വാർത്തകൾ വിശദമായി. തൃശൂർ കുന്നംകുളത്ത് ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. കൊമ്പൻ പാണഞ്ചേരി ഗജേന്ദ്രനാണ് ഇടഞ്ഞത്. ആനയുടെ ആക്രമണത്തിൽ പാപ്പാൻ വാഴക്കുളം സ്വദേശി മണിക്ക് പരിക്കേറ്റു. രാവിലെ 8:30യോടെയായിരുന്നു സംഭവം. കുന്നംകുളം ചീരക്കുളം ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുവന്നതായിരുന്നു കൊമ്പനെ. കഴിഞ്ഞ ദിവസം പൂരത്തിന് എഴുന്നള്ളിച്ചിരുന്നില്ലെന്ന് പറയുന്നു. പറമ്പിൽ തളച്ചിരുന്ന ആനയെ ഇന്ന് രാവിലെ തിരിച്ചു കൊണ്ടുപോകുന്നതിനിടയിലാണ് ആന ഇടഞ്ഞത്. കെട്ടഴിച്ച് ലോറിക്ക് സമീപത്തേക്ക് റോഡിലൂടെ നടത്തിക്കൊണ്ടുപോകുന്നതിനിടെ പാപ്പാനെ ആക്രമിക്കുകയായിരുന്നു. എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആനയെ തളച്ചത്. പരിക്കേറ്റ പാപ്പാനെ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കൊരട്ടി പഞ്ചായത്ത് LP സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്. സമഗ്ര ശിക്ഷാ അഭിയാന്റെയും BRC ചാലക്കുടിയുടെയും നേതൃത്വത്തിൽ 13 പ്രവർത്തന ഇടങ്ങളോടുകൂടിയ വർണ്ണക്കൂടാരമായ ആലിപ്പഴത്തിന്റെ ഉദ്ഘാടനം MLA സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു. നവീകരിച്ച പ്രീ പ്രൈമറി വിഭാഗത്തിന്റെയും സ്കൂളിന്റെ 56ാം വാർഷികാഘോഷവും ഇതിന്റെ ഭാഗമായി നടന്നു. ചടങ്ങിൽ കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷനായി. പ്രധാനാധ്യാപിക സിനി ഗോപാൽ, BPC CG മുരളീധരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നൈനു റിച്ചു, അഡ്വക്കേറ്റ് KR സുമേഷ്, കുമാരി ബാലൻ, ബ്ലോക്ക് മെമ്പർ സിന്ധു രവി, പഞ്ചായത്ത് അംഗങ്ങളായ PS സുമേഷ്, മുൻ അധ്യാപകരായ VO ലോനപ്പൻ, നീന ജോസഫ്, KM കവിത, വിദ്യാർത്ഥി പ്രതിനിധി ഹൃദ്യ എമിൻ, സനോജ്, സിറിൽ ചെറിയാൻ, ബിജോയ് പെരേപ്പാടൻ, രാജീവ് ഉപ്പത്ത്, പ്രവീൺ M കുമാർ, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം മിലൻ AS, PTA പ്രസിഡന്റ് റുനിത CK തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ കരാട്ടെ പ്രദർശനം, വൈവിധ്യമാർന്ന കലാപരിപാടികൾ എന്നിവയും നടന്നു. സംയോജിത കൃഷിയുടെ പുത്തഞ്ചിറ മേഖലാതല നടീൽ ഉദ്ഘാടനം നടന്നു. കരിങ്ങാച്ചിറ തെക്കേടത്ത് രാമചന്ദ്രന്റെ പറമ്പിൽ നടന്ന നടീൽ CPIM മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 13 ഇനങ്ങൾ തറവല നിശ്ചയിച്ചുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 13 ഇനത്തിന് തറവലയുണ്ട്. ആ തറവലയിൽ സർക്കാർ അല്ലെങ്കിൽ കൃഷിഭവൻ ഏറ്റെടുക്കും. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം ഏറ്റെടുക്കണമെന്ന് അതിനാവശ്യമായ ഹോർട്ടികോർപ്പ്, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ തുടങ്ങിയ സ്ഥാപനങ്ങൾ, കൃഷി വകുപ്പ് ഒക്കെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് കൃഷിക്കാരനെ സഹായിക്കാൻ, തറവലയ്ക്ക് സഹായിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പുത്തഞ്ചിറ സഹകരണ ബാങ്ക് പ്രസിഡന്റ് TK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. VN രാജേഷ്, VK റാഫി, റോമി ബേബി എന്നിവർ സംസാരിച്ചു. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വേഴപ്പറമ്പിൽ ഈശാനൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ, കൊടിപ്പുറത്ത് വിളക്ക് എന്നിവ നടന്നു. ഫെബ്രുവരി 20 വരെയാണ് ഉത്സവാഘോഷം. എല്ലാ ദിവസവും വിളക്കെഴുന്നള്ളിപ്പ്, ദീപാരാധന, കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും. 16-ന് ഉത്സവ ബലിദർശനം, 18-ന് ഉത്സവ ബലിദർശനം, ലക്ഷദീപം, 19-ന് പഞ്ചാരിമേളം, ആനയൂട്ട്, പള്ളിവേട്ട, 20-ന് ആറാട്ട് സദ്യ, കൊടിയിറക്കം, ആറാട്ട് എഴുന്നള്ളിപ്പ്, ആറാട്ട് കഞ്ഞി വിതരണം, മേജർ സെറ്റ് പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിങ്ങനെയാണ് പരിപാടികൾ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം ഏരിയ കൺവെൻഷൻ ചന്ദ്രാപിന്നി VK കുമാരൻ സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്നു. AKTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി EK നന്ദനൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KR പ്രകാശൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി ബിന്ദു ഷാജി, സിന്ധു സുനിൽ, EP ജെയിംസ്, KK ഗോപാലകൃഷ്ണൻ, അമൃത മോഹൻലാൽ, വിശാലാക്ഷി, TS ബേബി എന്നിവർ സംസാരിച്ചു.
ചന്ദ്രാപിന്നി ചിറക്കൽ മഹല്ല മജ്ലിസുന്നൂർ SYS SKSSF കോർഡിനേഷൻ കമ്മിറ്റിയുടെ ബൈത്തുന്നൂർ ഭവന പദ്ധതിയിലെ 7ാമത്തെ വീട് കൈമാറി. സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ ഫൈസി വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. ബൈത്തുന്നൂർ ചെയർമാൻ ഷുക്കൂർ പുളിന്തറ അധ്യക്ഷനായി. സയ്യിദ് നജീബ് തങ്ങൾ പുതിയ വീടിന്റെ പാൽകാച്ചൽ ചടങ്ങിനും അലി അക്ബർ ഫൈസി മൗലിദ് പാരായണത്തിനും നേതൃത്വം നൽകി. മജ്ലിസുന്നൂർ അമീർ ഹാഫിൽ ഡോക്ടർ അഹമ്മദ് നൌഫൽ റഹ്മാനി, കോർഡിനേറ്റർ PK മുസാൻ, മുഹമ്മദ് ഷാക്കിൽ റഹ്മാനി, മുബാറക് റഹ്മാനി, PK ഷറഫുദ്ദീൻ, അഷ്റഫ് പടേക്കാരൻ, ഇഖ്ബാൽ, ഷെരീഫ്, റഫീഖ്, ഇബ്രാഹിം കറുകത്തല, റഷീദ് പുതുരുപ്പറമ്പിൽ, സിറാജ് വലിയകത്ത്, ജിനൂബ് അബ്ദുറഹ്മാൻ, ഹനീഫ ചുങ്കശ്ശേരി, ഇല്യാസ് PH നാസർ, സൈദു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. തൃശൂർ കുന്നംകുളത്ത് ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. കൊമ്പൻ പാണഞ്ചേരി ഗജേന്ദ്രനാണ് ഇടഞ്ഞത്. ആനയുടെ ആക്രമണത്തിൽ പാപ്പാൻ വാഴക്കുളം സ്വദേശി മണിക്ക് പരിക്കേറ്റു. രാവിലെ 8:30യോടെയായിരുന്നു സംഭവം. കൊരട്ടി പഞ്ചായത്ത് LP സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്. സമഗ്ര ശിക്ഷാ അഭിയാന്റെയും BRC ചാലക്കുടിയുടെയും നേതൃത്വത്തിൽ 13 പ്രവർത്തന ഇടങ്ങളോട് കൂടിയ വർണ്ണക്കൂടാരമായ ആലിപ്പഴത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം ഏരിയ കൺവെൻഷൻ നടന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.